ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അടവ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടവും കമ്മാന്തളുമാണ് എടുത്തിട്ടുള്ളത്. ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ, കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മീനിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മീനിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നൊരു പരുവത്തിലൊക്കെ ആക്കിയെടുത്താൽ മതി. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് മീനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ മസാല ചെല്ലുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഫിഷിൻ്റെ ഉള്ളിലേക്ക് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി ചെന്ന് നമ്മുടെ മീനിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓരോ മീനും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫിഷ് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിലേക്ക് മസാലയൊക്കെ നല്ലോണം ഇറങ്ങി ചെന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതിവിടെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇനി ആരും ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്